ഞങ്ങൾ എല്ലാവർക്കും റെക്കമെൻഡ് recommend ചെയ്യും. പറ്റുന്നവരെല്ലാവരും വന്ന് ചെയ്യണം എന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇയർലി നിങ്ങളെ ഓരോ സ്റ്റാഫ് എനിക്കറിയില്ല ആരാണ് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുള്ളത്. സൂപ്പർ. ഞാൻ ഹോസ്പിറ്റാലിൽ വർക്ക് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ഫസ്റ്റ് കണ്ടു, പിന്നെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തോന്നി, ഒന്ന് ട്രൈ ചെയ്യാമെന്നിട്ട് വന്നതാണ്. ഞങ്ങൾ ദുബായിലാണ്, അപ്പോൾ അവിടെ നിന്നും ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്നും ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഡിഫറെൻ്റ് ഉണ്ട്, വ്യത്യാസമുണ്ട്. പിന്നെ സർവീസ് എല്ലാം സ്റ്റാർട്ടിങ് ടു എൻഡിങ് നല്ല വ്യത്യാസമുണ്ട്. എല്ലാം അതിന് എടുത്തെടുത്ത് പറയാനില്ല. അത് നമുക്ക് തന്നെ രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അത് ജസ്റ്റ് ഫീൽ, അത് ആ ഒരു ഫീൽ നമുക്ക് കിട്ടിയത്. ഇവിടെ എല്ലാ ഒരു ടെസ്റ്റിനും മുന്നേയും ഒരു പിക്ചർ തരുന്നുണ്ട്, എന്താണ് ചെയ്യാൻ പോകുന്നത്, അതെന്താണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക, എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെയാണ് ഇത്രയും ഭാഗങ്ങൾ എന്ന് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചെക്കപ്പ് ചെയ്യാൻ മോർ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ വേറെ ഒരു സിഗ്നസ് പേഷ്യൻസോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യാം, അത് 1/2 ആയിട്ട് ആ ടൈം മെയിൻറ്റെയിൻ ചെയ്യാം. ആ ഒരു പിന്നെ നിങ്ങളെ ഈ ഏരിയ അതൊരു വല്ലാത്തൊരു ഫീലാണ്. 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഫെസിലിറ്റി. ഇന്നൊരു സ്റ്റേ ചെയ്ത ഫീലാണ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത ഫീലില്ല. ടെൻഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലായി, പക്ഷെ ടെൻഷനില്ല. നമ്മളത് ഇന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ ക്ലിയർ ചെയ്യണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതിന് ഭാവിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വലിയ ഹൈ റിസ്ക് കേസൊന്നും ഇല്ല എന്ന് മനസ്സിലായി, അതുകൊണ്ട് വലിയ ടെൻഷനില്ല. നിങ്ങളെ ഓരോ സ്റ്റാഫും എനിക്കറിയില്ല ആരാണ് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുള്ളത്. സൂപ്പർ. ഞാൻ ഹോസ്പിറ്റാലിൽ വർക്ക് ചെയ്യുന്ന ടൈം മെയിൻ്റെനൻസ് നല്ല ക്ലിയർ ആണ്. നിങ്ങൾ ഇത്ര ടൈം ആകും എന്നതാണെന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. ഞങ്ങൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. പറ്റുന്നവരെല്ലാവരും വന്ന് ചെയ്യണം എന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്, അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയും. ഞാൻ തീർച്ചയായും നൂറേനെ റെക്കമെൻഡ് ചെയ്യുള്ളൂ.